അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം യുവാക്കള് രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. ശരിക്കും എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്? ശരിക്കും യുവാക്കൾ അവരുടെ സ്പേസിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. പിന്നെ കൊടി പിടിക്കാനും ചിന്താവ് വിളിക്കാനും മാത്രമാണ് ചെറുപ്പക്കാരെ കിട്ടാത്തത്. യഥാർത്ഥത്തിൽ പഴയകാല തലമുറയേക്കാൾ ഏറ്റവും ബെറ്ററായി രാഷ്ട്രീയം പറയുന്നത് പുതിയ തലമുറയല്ലേ. ജെൻഡർ ഇക്വാലിറ്റി അതാണ് നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സാധനം. അതാണ് ജെൻഡർ ഇക്വാലിറ്റി. ഏറ്റവും കൃത്യമായി രാഷ്ട്രീയം പറയുന്നത് പുതിയ തലമുറയാണ്. പക്ഷെ പഴയ തലമുറ ആണും പെണ്ണും ഒരുമിച്ചിരിക്കരുത്, ഒരുമിച്ച് നടക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു തലമുറയാണ് പഴയ തലമുറ. ഈ കാലഘട്ടത്തിൽ പക്ഷെ വളരെ കൃത്യമായി പരിസ്ഥിതിയെക്കുറിച്ചും ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്നതിനെ കുറിച്ചും ഒക്കെ ചെറുപ്പക്കാർ വളരെ കൃത്യമായി അവരുടെ സ്പേസിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. പക്ഷെ അത് ഇപ്പം നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിവാഹത്തെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞില്ലേ, എന്നാലും അത് അവർ കൃത്യമായി മറുപടി പറയുമ്പോഴും അതേ സ്പേസിൽ അതിന്റെ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് വശത്തെ കുറിച്ചും ഇവര് സംസാരിക്കാറ്. എല്ലാം പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ അങ്ങനെ സംസാരിക്കാൻ പോലും അവർ തയ്യാറാകുന്നുണ്ടല്ലോ. അതെ അതെ. പക്ഷെ പഴയ കാലഘട്ടത്തിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തെ കാണാൻ പോലും അറപ്പുളവാക്കുന്ന ഒരു തലമുറയായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത്. ജീവിച്ചിരുന്നതും ഒക്കെ. പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് നന്നായി സംസാരിക്കുന്നുണ്ട്. അവർ അവരുടേതായ സ്പേസിൽ നന്നായി രാഷ്ട്രീയം പറയുന്നുണ്ട്.